ഇല്ല, നമുക്ക് എന്നാലും വീട്ടുകാരൊന്ന് വിളിച്ചറിയിക്കുക. ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ കയറ്റി വിടാം. ടിക്കറ്റ് ഞങ്ങൾ എടുത്തരാം. ഹായ്, നമസ്കാരം. നമ്മളിന്നുള്ളത് ബാംഗ്ലൂർ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇന്നിവിടെ രാവിലെ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കയറിയ ട്രെയിനിൽ നിന്നൊരു പാവം പാവപ്പായിരുന്നു. പുള്ളിക്കാണെങ്കിൽ നടക്കാനും വയ്യ, അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ആക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. എടുക്കേണ്ട ഇടയിൽ ആളൊന്ന് മറിഞ്ഞു വീണു. പിന്നീട് നമുക്ക് പുള്ളിനെ വിട്ടളയാൻ തോന്നില്ല. അങ്ങനെ പുള്ളിനോട് സംസാരിച്ച് പുള്ളിയുടെ മോൻ്റെ ഫോൺ നമ്പർ മേടിച്ച് ഞങ്ങൾ വിളിച്ച്. പുള്ളിയുടെ മകൻ മണ്ണാർക്കാടായിരുന്നു. പുള്ളിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തിനാണ് ചേട്ടാ വിട്ടതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് പുള്ളി വാശി പിടിച്ച് പോകുന്നത്. പരമാവധി പറഞ്ഞു നോക്കി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വെച്ച് പുള്ളിനെ പോകേണ്ട സ്ഥലത്തേക്ക് ട്രെയിൻ കയറ്റി വിട്ടതെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് കയറ്റി വിടാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട്. അപ്പം നമുക്കും പോകാനുള്ളത് അതേ ട്രെയിൻ തന്നെയാണ്. പുള്ളിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിൻ തന്നെയാണ് നമുക്കും പോകേണ്ടത്. ഞങ്ങൾക്ക് ദാവങ്കരക്കാണ് കൊണ്ട് പുള്ളിക്ക് കൊണ്ട് ഷിമോക്കാണ്. പക്ഷേ ഷിമോക്ക് ട്രെയിനില്ല. ബിരൂർ ഇറങ്ങിയിട്ട് അവിടുത്തെ ബസ്സിന് പോകണം. അപ്പോൾ ഞങ്ങൾ ബിരൂർ എത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം, അവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളി ശരീരമൊക്കെ കിടന്ന് ഇറക്കിയാണ്. നമുക്കും ഒരു പേടി. അവിടെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിളിച്ച് ചോദിക്കും. ഇതേമാരുടെ കാരണന്മാരുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വാശി കാണിച്ചത് ആരോഗ്യം പറഞ്ഞ ആൾക്കാർ